ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. മഴക്കാലവും ചക്കക്കാലവും ഒക്കെ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈച്ച ശല്യം എന്ന് പറയുന്നത്. നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടാലും നമ്മുടെ വീടിനുള്ളിൽ നിന്ന് നമ്മുടെ പരിസരത്ത് നിന്നും ഈച്ച വിട്ടുമാറത്തേയില്ല. അപ്പോൾ ഈച്ച ശല്യം മാറാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ 1-2 തുള്ളിയോ അല്ലെങ്കിൽ 1 സ്പൂണോ മാത്രം മതി നമുക്ക് ഈച്ച ശല്യം അകറ്റാനായിട്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാനൊരു 10-12 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട 2-3 മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ വെച്ചിരിക്കുന്ന ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ഈ ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ കറുകപ്പട്ടയുടെയൊക്കെ ആ ഒരു സത്ത് ഇറങ്ങുന്ന രീതിയിൽ, വെള്ളത്തിൻ്റെ കളറ് മാറുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് വറ്റിക്കേണ്ട. 1.5 ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ വെക്കുന്നതെങ്കിൽ അത് 1 ഗ്ലാസ് വെള്ളമാവണം. ആ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഒന്നുകൂടി മാറി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 നാരങ്ങയാണ്. ഈ നാരങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നീരൊന്നെടുക്കണം. 2 നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറി തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ തന്നെ അതിൻ്റെ കളർ നല്ലതുപോലെ കുറച്ചുകൂടി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഗ്രാമ്പും കറുകപ്പട്ടയും ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീരും കൂടി ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വിനേഗറാണ്. ഒരു ചെറിയ ബൗളിന് ഒരു 1/4 ഭാഗത്തോളം വിനേഗർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും വിനേഗർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രയോജനം ചെയ്യുന്ന നല്ലൊരു ലിക്വിഡാണിത്. നമുക്ക് ഇത് ഒരാഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് തറ വൃത്തിയാക്കാമെങ്കിൽ ഈച്ച ശല്യം ഉണ്ടാവുകയില്ല. അതുപോലെ കൗണ്ടർ ടോപ്പിലായാലും സ്റ്റൗവിലായാലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ വളരെയധികം നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈച്ച ശല്യം നമുക്ക് ഉണ്ടാവുകയില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് ഒരുപാട് ചിലവില്ലാത്ത കാര്യമാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കാണുമല്ലോ ഇതുപോലൊരു ബോട്ടിൽ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മുറുക്കി അടച്ച ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് പതഞ്ഞു വരുന്ന രീതിയിൽ നല്ലതായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരണം. ഇത് നമുക്ക് ഈ ബോട്ടിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇതുപോലത്തെ ചെറിയ ബോട്ടിലൊക്കെ കാണുമല്ലോ, സ്പ്രേ ബോട്ടിലോ സാനിറ്റൈസറിൻ്റെ ബോട്ടിലോ ഒക്കെ കാണുമല്ലോ, അതിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്റ്റൗവിലായാലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും എവിടെ വേണോ നമുക്ക് വൃത്തിയാക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതാണ്. വളരെ പ്രയോജനം ചെയ്യുന്ന നല്ലൊരു ലിക്വിഡാണിത്. സാധാരണ ഈച്ചകൾ മാത്രമല്ല, ചെറിയ ചെറിയ ഈച്ചകളുണ്ടല്ലോ, കണ്ണീച്ച പോലുള്ള ഈച്ചകൾ, ഏത് തരം ഈച്ചകളായാലും നമുക്കിത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.